ഗവർണർ സർക്കാർ പോരിന് പിന്നാലെ സുരക്ഷയ്ക്കായി ഗവർണർ ആവശ്യപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ പട്ടിക വെട്ടി സർക്കാർ 6 പോലീസുകാരുടെയും ഒരു ഡ്രൈവറുടെയും സ്ഥലം മാറ്റ ഉത്തരവാണ് റദ്ദാക്കിയത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, കേരള പോലീസിന്റെ സുരക്ഷ മതി, തനിക്ക് തൃപ്തിയുണ്ടെന്ന് നേരത്തെ ഗവർണർ പ്രതികരിച്ചതാണല്ലോ. ഇപ്പോൾ ഈ പട്ടിക വെട്ടാനുള്ള കാരണം എന്താണ് ഷഫീദ്? ഉന്മേഷ, ഈ വിവാദങ്ങളുടെയൊക്കെ തുടക്കം, അതായത് രാജ്ഭവൻ ആവർത്തിച്ചു പറഞ്ഞ വാർത്താക്കുറിപ്പായി പുറത്തിറക്കിയ ഒരു കാര്യമായിരുന്നു കേന്ദ്ര ഏജൻസികളുടെ സഹായം തേടുന്നു എന്നുള്ള വിവരങ്ങൾ തെറ്റാണ്. മാത്രമല്ല, കേരള പോലീസിൽ പൂർണ്ണ തൃപ്തി എന്നടക്കമുള്ള കാര്യങ്ങൾ രാജ്ഭവൻ വിശദീകരണക്കുറിപ്പായി ഇറക്കിയിരുന്നു. എന്നാൽ അതിന് പിന്നാലെ രാജ്ഭവൻ ആവശ്യപ്പെട്ടതായിരുന്നു കുറച്ച് പോലീസുകാരെ രാജ്ഭവന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നിയോഗിക്കണമെന്നുള്ള കാര്യം. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഉത്തരവ് ഇറക്കി. സംസ്ഥാന പോലീസ് മേധാവി തന്നെയാണ് ആ ഉത്തരവ് ഇറക്കിയത്. 6 പോലീസുകാരും ഒരു ഡ്രൈവറുമായിരുന്നു ആ ഉത്തരവിൽ ഒപ്പുവെച്ചിരിക്കുന്നത് DGP വേണ്ടിയിട്ടുള്ള ഒപ്പാണ്. അങ്ങനെ ഉത്തരവിറങ്ങുകയും അതിന് പിന്നാലെ സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് ആ ഉത്തരവ് പിൻവലിക്കുകയും ചെയ്തു. ആ ട്രാൻസ്ഫറുകൾ തൽക്കാലത്തേക്ക് മരവിപ്പിക്കുന്നു എന്നുള്ള പുതിയ ഉത്തരവും സംസ്ഥാന പോലീസ് മേധാവി തന്നെ ഇറക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാർ നിർദ്ദേശത്തെ തുടർന്നുള്ള തീരുമാനം അത് ഗവർണർ സർക്കാർ പോരിന്റെ മറ്റൊരു തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ വിഷയത്തിൽ രാജ്ഭവൻ കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഉന്മേഷ്, ഷഫീദ്, ഇതിൽ കാരണം വിശദീകരിക്കുന്നില്ല അല്ലേ ഉത്തരവിൽ? എന്തുകൊണ്ടാണ് ഈ ഉത്തരവ് മരവിപ്പിക്കുന്നത് അല്ലെങ്കിൽ താൽക്കാലികമായി റദ്ദാക്കുന്നത് എന്നുള്ള കാരണം പറയുന്നില്ല. മാത്രവുമല്ല, അതിന്റെ ആ 2 ഉത്തരവുകളുടെയും ഡേറ്റുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടും ഒരേ ദിവസം 28 എന്നുള്ള ഒറ്റ ഡേറ്റിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇതിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേകിച്ച് ക്രമസമാധാന പ്രശ്നമുണ്ടായിട്ടും കേരള സർവകലാശാല സെനറ്റ് ഹാളിലേക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ എത്തിയത് സംസ്ഥാന സർക്കാരിനെ ചൊടിപ്പിച്ചിരുന്നു. മാത്രമല്ല, തുടർച്ചയായി ഒരു കത്ത് യുദ്ധം അത് രാജ്ഭവനും സർക്കാരും തമ്മിൽ നടത്തി വരികയാണ്. മന്ത്രി വി ശിവൻകുട്ടിയുടെ രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരണം അടക്കം പ്രോട്ടോകോൾ ലംഘനമെന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർ ഒരു കത്ത് കൊടുത്തു. അതിന് പിന്നാലെ മുഖ്യമന്ത്രിയും ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഭാരതാംബ ചിത്ര വിവാദവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയും കത്ത് നൽകി. സ്വാഭാവികമായും ഈ കത്ത് പോലെ തുടരുന്നതിനിടെയാണ് സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സർക്കാർ ഈ ട്രാൻസ്ഫർ ഉത്തരവ് മരവിപ്പിച്ചിരിക്കുന്നത്. ഗൗരവമായി രാജ്ഭവൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഉന്മേഷ്, ശരി. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.